ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ തന്നെ രണ്ട് പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ f of t is equal to cos h at into sin at. Cos h at into sin at. ഓക്കെ, അപ്പോൾ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എൽ ഓഫ് cos h at into sin at. അപ്പോൾ നമുക്ക് ഡയറക്ട്ലി cos h at into sin at എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്നുണ്ടെങ്കിൽ cos h at നെ നമുക്ക് എക്സ്പൊണൻഷ്യലിന്റെ ഫോമിൽ റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് e raised to at plus e raised to minus at divided by 2 into sin at. So this is equal to e raised to at plus e raised to minus at into sin at whole divided by 2. Multiplication അല്ലേ. So 1/2 കോൺസ്റ്റന്റ് ആണ്. നമുക്കത് ലാപ്ലാസിന്റെ പുറത്തേക്ക് എടുക്കാം ബൈ ലിനിയാരിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ e raised to at into sin at plus e raised to minus at into sin at. Okay, so this is equal to, നമുക്ക് ഓൾറെഡി ഒരു പ്രോപ്പർട്ടി അറിയാവുന്നതാണ് അല്ലെ. e raised to at വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസിഷൻ പ്രോപ്പർട്ടിയുടെ പേരെന്തായിരുന്നു? ട്രാൻസിഷൻ അല്ലെ? അതെ, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ട്രാൻസ്ലേഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അത് യൂസ് ചെയ്തിട്ട് e raised to at into sin bt ആയിരുന്നെങ്കിൽ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു? b by s minus a whole square plus b square. ദാറ്റ് ഈസ് എസ് വരുന്നവിടെയൊക്കെ എസ് മൈനസ് എ വരണം എന്നുള്ളൊരു ഫോം നമ്മൾ പറഞ്ഞിരുന്നു. ഇത് രണ്ടും എ ആയതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ ഇവിടെ ബി ആവുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്ലേഷൻ പ്രോപ്പർട്ടി നോക്കി അവിടെ ബിക്ക് പകരം ഇവിടെ എ ആണെന്ന് മാത്രം. പക്ഷെ e raised to at വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ട് സൈൻ എയുടെ അവിടെ എസ് വരുന്നവിടെയൊക്കെ നമ്മൾ എസ് മൈനസ് എ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. അപ്പോ സൈൻ എയുടെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? ലാപ്ലാസ് ട്രാൻസ്ഫോം എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ e raised to at വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ട് എസിനെ നമ്മൾ എസ് മൈനസ് എ വെച്ച് റീപ്ലേസ് ചെയ്തു. പ്ലസ് എഗെയിൻ സൈൻ എയുടെ ആയിരുന്നെങ്കിൽ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരുന്നു. ഇവിടെ e raised to minus at ആണ്. ഇവിടെ പ്ലസ് 80 ആവുമ്പോൾ നമ്മൾ എസ് മൈനസ് എ വെച്ച് റീപ്ലേസ് ചെയ്യും. ഇവിടെ മൈനസ് 80 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എസിന്റെ അവിടെ എസ് മൈനസ് ഓഫ് മൈനസ് എ, ദാറ്റ് ഈസ് എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് വരണം. എയുടെ അവിടെ മൈനസ് എ ആണ്. സോ ഇത് എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ എൽസിഎം എടുത്തു കഴിഞ്ഞാൽ, എൽസിഎം എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. സോ 1/2 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എസ് സ്ക്വയർ പ്ലസ് 2as പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, ഇവിടെ സോറി, ഇവിടെ മൈനസ് ആണ്, മൈനസ് 2as ആണ് ഇവിടെ. ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 2as പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ദാറ്റ് ഇസ് 2a സ്ക്വയർ. ഇവിടെയും 2a സ്ക്വയർ, അത് ഞാനത് റീപ്ലേസ് ചെയ്തു കേട്ടോ. 2a സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, 2a സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എൽസിഎം എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ കൂടെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എ എസ് സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ എസ്, എ ഇൻറ്റു 2as ചെയ്യുമ്പോൾ പ്ലസ് 2a സ്ക്വയർ പ്ലസ് ഇനി എന്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വന്നു? എ എസ് സ്ക്വയർ മൈനസ് 2a സ്ക്വയർ എസ് plus 2a square.
ഹോൾ ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ ടേംസ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് റേസ് ടു 4, എസ് സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞാൽ 2as ക്യൂബ് പ്ലസ് തേർഡ് ടേം 2a സ്ക്വയർ എസ് മൈനസ് 2as ക്യൂബ് മൈനസിന് മൈനസ് മൈനസ് പ്ലസ് മൈനസ് 4a സ്ക്വയർ എസ് സ്ക്വയർ. ഇനി അടുത്ത ടേം മൾട്ടിപ്ലൈ ചെയ്യാം. കാണുന്നില്ലേ? യെസ്. അപ്പൊ അത് ഞാൻ ഇവിടെ എഴുതുന്നു. എന്താ വന്നത്? മൈനസ് 2as ഇൻറ്റു 2a സ്ക്വയർ. അപ്പൊ മൈനസ് 4a ക്യൂബ് എസ്, പിന്നെ അടുത്തത് പ്ലസ് 2a സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ. അപ്പൊ 2a സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് അടുത്ത ടേം 4a ക്യൂബ് എസ്, ലാസ്റ്റ് 4a റേസ് ടു 4. ഇനി നോക്കുക, ഇത് 4a റേസ് ടു 4 ആണ്. അപ്പോൾ 2as ക്യൂബ് മൈനസ് 2as ക്യൂബ് ക്യാൻസൽ ആയി. 2a സ്ക്വയർ എസ് പ്ലസ് 2 ഓക്കെ ഒരു മിനിറ്റ്, ലാസ്റ്റ് ടേം എ സ്ക്വയർ. ഇവിടെ ഒരു എസ് സ്ക്വയർ ഉണ്ടായിരുന്നു കേട്ടോ. 2a സ്ക്വയർ എസ് സ്ക്വയർ, കാരണം എസ് സ്ക്വയർ ഇൻറ്റു 2a സ്ക്വയർ ആയിരുന്നു. 2a സ്ക്വയർ എസ് സ്ക്വയർ ആണ്. അപ്പൊ 2a സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ എസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? പ്ലസ് 4a സ്ക്വയർ എസ് സ്ക്വയർ മൈനസ് 4a സ്ക്വയർ എസ് സ്ക്വയർ. ഇത് മൂന്നും കൂടിയും ക്യാൻസൽ ആവും. ദെൻ മൈനസ് 4a ക്യൂബ് എസും പ്ലസ് 4a ക്യൂബ് എസും ഇതും ക്യാൻസൽ ആയി. അപ്പൊ ഡിനോമിനേറ്ററിൽ ഇനി എന്താണ്? എസ് റേസ്റ്റ് 4 പ്ലസ് 4a റേസ്റ്റ് 4 എന്ന് പറയുന്ന ടേം ആണ്. ന്യൂമറേറ്ററിൽ 2a സ്ക്വയർ എസും മൈനസ് 2a സ്ക്വയർ എസും കൂടി ക്യാൻസൽ ആവും അല്ലെ? അപ്പൊ എന്ത് വന്നു? ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? ന്യൂമറേറ്ററിൽ എ എസ് സ്ക്വയർ പ്ലസ് എ എസ് സ്ക്വയർ. അപ്പൊ 2a എസ് സ്ക്വയർ 2a സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ ദാറ്റ് ഈസ് 4a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇവിടെ 1/2 ഉണ്ടായിരുന്നു. 2 ഇൻറ്റു ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് 4a സ്ക്വയർ. ഇവിടുന്ന് 2 കോമൺ എടുത്തിട്ട് താഴെയുള്ള 2 കൂടി ക്യാൻസൽ ചെയ്യുക. ന്യൂമറേറ്ററിൽ 2 കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു എ എസ് സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4a സ്ക്വയർ. 2 ക്യാൻസൽ ആയി അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വന്നു? എ എസ് സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ തന്നെയല്ലേ വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക്? ഓക്കെ, 2a ക്യൂബ് ആയിരുന്നു അല്ലേ? ഞാനത് a ഇൻറ്റു 2a സ്ക്വയർ 2a ക്യൂബ് ആണ്. അതേമാതിരി 2a സ്ക്വയർ ഇൻറ്റു a ക്യൂബ് ആണ്. അപ്പൊ എന്ത് വന്നു? എ എസ് സ്ക്വയർ പ്ലസ് 2a ക്യൂബ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4a സ്ക്വയർ. അതാണ് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എ എസ് സ്ക്വയർ പ്ലസ് 2a ക്യൂബ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4a റേസ് ടു 4 അല്ല, എസ് സ്ക്വയർ അല്ല, സോറി കേട്ടോ. എന്താണ് ഇവിടെ? നമുക്ക് എസ് റേസ് ടു 4 4a റേസ് ടു 4 ആണ്. എസ് റേസ് ടു 4 പ്ലസ് 4a റേസ് ടു 4. അപ്പൊ എ എസ് സ്ക്വയർ പ്ലസ് 2a ക്യൂബ് ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 4 പ്ലസ് 4a റേസ് ടു 4. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. കോസ് എച്ച് എ ടി ഇൻറ്റു സൈൻ എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം. f of t is equal to sin 3t into cos square t. ഓക്കെ, അപ്പോ നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എൽ ഓഫ് എഫ് കാണണമെങ്കിൽ എങ്ങനെയാണ്? എൽ ഓഫ് sin 3t into cos square t. So this is equal to L of sin square t.
അപ്പോൾ സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? സൈൻ സ്ക്വയർ അല്ല, സൈൻ 3t. അപ്പോ സൈൻ 3t അല്ല, സൈൻ h 3t ആണ്. ഇത് നമുക്ക് കോസ് സ്ക്വയറിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അല്ല, ഓക്കെ, എങ്ങനെയാന്ന് അറിയണ്ടേ അല്ലേ? സൈൻ 3t ഇൻറ്റു കോസ് സ്ക്വയർ t ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കോസ് സ്ക്വയർ ടീനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സൈൻ 3t ഇൻറ്റു കോസ് സ്ക്വയർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 2t നമുക്ക് അറിയാം എന്താണ്? 2 സൈൻ സ്ക്വയർ ടി മൈനസ് 1 ആണ്. സോ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടേക്ക് എങ്ങനെ ഇതിനെ മാറ്റി എഴുതാം? കോസ് സ്ക്വയർ ടിക്ക് പകരം 1 പ്ലസ് കോസ് 2t ബൈ 2 ഇത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് കോമൺ LCM അല്ലെങ്കിൽ ഡിനോമിനേറ്റർ നമുക്ക് 1/2 ആണ്. സോ അത് കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. സൈൻ 3t പ്ലസ് സൈൻ 3t ഇൻറ്റു കോസ് 2t. ഇനി ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? സൈൻ 3t ഇൻറ്റു കോസ് 2t അല്ലെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കാം? ഓൾറെഡി ഒരു ട്രിഗ്നോമെട്രിക് ഫോർമുല നമുക്ക് അറിയാം. സൈൻ ആൽഫ കോസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1/2 സൈൻ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് സൈൻ ആൽഫ മൈനസ് ബീറ്റ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ട്രിഗ്നോമെട്രിക് പ്രോപ്പർട്ടീസ് ആണ്. സോ ഈ ട്രിഗ്നോമെട്രിക് പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആൽഫയ്ക്ക് പകരം നമുക്ക് 3t ആണുള്ളത്, ബീറ്റയ്ക്ക് പകരം 2t ആണുള്ളത്. അപ്പൊ എങ്ങനെ വരും? ദിസ് ഇസ് ഈക്വൽ ടു 1/2 സൈൻ 3t പ്ലസ് 1/2 സൈൻ 3t പ്ലസ് 2t 5t പ്ലസ് സൈൻ 3t മൈനസ് 2t ദാറ്റ് ഇസ് t. ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാം. സോ 1/2 ഇതിലെല്ലാതും ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എന്നാണ്, ഞാൻ എല്ലാം എഴുതിയിട്ടില്ല. അതായത് ഉള്ളിലത്തെ ഫംഗ്ഷൻ അപ്പം ഇത്ര നേരം എഴുതിയത്. സോ L ഓഫ് 1/2 sin 3t plus 1/2 into 1/2 that is 1/4 sin 5t plus 1/4 sin t. ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം this is equal to 1/2 sin 3t യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 3/s square plus 3 square that is 9 plus 1/4 sin 5t യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 5 plus s square plus 5 square that is 25 and sin t യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/4 into sin t യുടെ 1 divided by s square plus 1 square. ഇതാണ് നമ്മുടെ തന്നിട്ടുള്ള ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അടുത്ത പ്രോബ്ലം നോക്കാം. ഫംഗ്ഷൻ given function is sin h 3t into cos square t. ഓക്കെ, അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം L of f is equal to L of sin h 3t into cos square t. അപ്പൊ sin h 3t നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? എക്സ്പൊണൻഷ്യലിന്റെ ഫോർമുല മുൻപത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത മാതിരി ഈ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ എക്സ്പൊണൻഷ്യൽ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ e⁻at into e⁻−at divided by 2. ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. സോ e⁻3t into e⁻−3t divided by 2 into again cos square t can be replaced by 1 plus cos 2t divided by 2. Okay, so this is equal to 1/2 into 1/2 1/4 constant will take out into L of, when we multiply and open the brackets we'll get e⁻3t
minus e raised to minus 3t, then plus e raised to 3t into cos 2t minus e raised to minus 3t into cos 2t. This is equal to 1 by 4 into. Okay. So Laplace transform apply ചെയ്യുമ്പോൾ by linearity property we can split this, and Laplace transform of e raised to 3t is 1 by s minus 3 minus e raised to minus 3t 1 by s plus 3 അല്ലേ, പ്ലസ് cos 2t ആയിരുന്നെങ്കിൽ s divided by s square plus 2 square, that is 4. e raised to 3t വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് we have to replace s by s minus 3. So s minus 3 divided by s minus 3 whole square plus 4 minus again cos ആണെങ്കിൽ s square by s square plus a square, that is 2 square. e raised to minus 3t വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് s is replaced by s plus 3. s minus of minus 3, that is s plus 3. So s plus 3 divided by s plus 3 whole square. Okay. Now if you take the LCM of these two numbers, we'll get 1 by 4 into. ഇത് LCM എടുക്കുക എന്താണ്? s plus 3 minus s minus minus 3, that is plus 3. That is s plus 3 minus of s minus 3 divided by s square a plus b into a minus b, a square minus b square, s square minus 9. s cancel ആവും, so 9 by s square plus 9 square എന്ന് വരും. പ്ലസ് ഇവിടെ again നമ്മൾ LCM എടുക്കണം. അപ്പോൾ LCM എടുക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യണം, s minus 3 whole square x plus 3 whole square എക്സ്പാൻഡ് ചെയ്യണം, എന്നിട്ട് s minus 3 നമ്മൾ LCM എടുക്കണം. So this into this minus this into this whole divided by ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അതാണ് LCM എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അത് എങ്ങനെ വരും? s minus 3 divided by s square minus 6s plus 9 plus 4, that is plus 13 minus s plus 3 divided by s square plus 6s plus 13. So this is equal to 1 by 4 into 9 divided by s square minus 9 plus LCM എടുക്കുമ്പോൾ എന്ത് വരും? s cube s minus 3 into ഇത്, അപ്പോൾ s cube plus 6s square plus 13s minus 3s square minus 18s minus 3 into 13, that is 69. 69 എഴുതാം. minus 69 minus of s plus 3 into ഇത്, അപ്പോൾ എന്ത് വരും? s cube s cube minus 6s square plus 3s square, അല്ല സോറി 3s square അല്ല 13s, നമ്മൾ s വെച്ചിട്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യണം. s into s square എന്ന് പറഞ്ഞാൽ s cube, s into minus 6s minus 6s square, s into 13, that is plus 13s plus 3s square minus 3 into 6s 18s plus 69. Okay, whole divided by ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? s square into s square, s raised to 4 plus 6s cube s square into 13, 13s square minus 6s into s square, 6s cube minus 36s square minus 6 into 13 again
അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. ക്യാൻസൽ ചെയ്യാനുള്ളതല്ലേ നമുക്ക് എന്തായാലും. 6 into 13s പിന്നെ പ്ലസ് 13 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13s സ്ക്വയർ പ്ലസ് 13 into 6s പ്ലസ് 13 സ്ക്വയർ ദാറ്റ് ഇസ് 169. ഡിനോമിനേറ്ററിൽ നോക്കുക 6s ക്യൂബ് 6s ക്യൂബ് പ്ലസ് മൈനസ് ക്യാൻസൽ ആയി. 13s സ്ക്വയർ പ്ലസ് 13s സ്ക്വയർ എത്ര വരും? 26 അല്ല 26. ഇവിടെ മൈനസ് 10s സ്ക്വയർ. അപ്പൊ അത് ക്യാൻസൽ ആവുന്ന സമയത്ത് 1/4 into 9 divided by s square minus 9 plus s raised to 4. 13s square plus 13s square എന്ന് പറഞ്ഞാൽ 26s square മൈനസ് 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 10s square വരും. അപ്പൊ ഇവിടേക്ക് എഴുതി മൈനസ് 10s square പ്ലസ് 26s squareും മൈനസ് 36s square ആണ്. സോ മൈനസ് 10s square. പിന്നെന്താണ് ഇത് 13 into 6s പ്ലസ് മൈനസ് ക്യാൻസൽ ആയി. സോ പ്ലസ് 169. ഓക്കെ, ഇനി ഇവിടെ ന്യൂമറേറ്ററിൽ നോക്കുക എസ് ക്യൂബ് മൈനസ് എസ് ക്യൂബ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ 6s സ്ക്വയർ പ്ലസ് 6s സ്ക്വയർ ആണ്. അതവിടെ നിൽക്കട്ടെ. 13s പ്ലസ് മൈനസ് പ്ലസിന്റെ മൈനസ് മൈനസ് ആവും. അപ്പൊ 13s അതവിടെ നിൽക്കട്ടെ. 18s മൈനസിന് മൈനസ് പ്ലസ് ആണ്. സോ പ്ലസ് 18s മൈനസ് 69 പ്ലസിന് മൈനസ് 69. അപ്പൊ 6s സ്ക്വയർ മൈനസ് 3s സ്ക്വയർ 3s സ്ക്വയർ ആണ്. മൈനസ് ഇവിടെയും 6s സ്ക്വയർ പ്ലസ് 3s സ്ക്വയർ മൈനസ് 3s സ്ക്വയർ. സോ മൈനസിന് മൈനസ് പ്ലസ് വന്നു. സോ 3s സ്ക്വയർ പ്ലസ് 3s സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6s സ്ക്വയർ. എസ് സ്ക്വയർ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6s സ്ക്വയർ കിട്ടി. പിന്നെ മൈനസ് 69 അതേമാതിരി തന്നെ മൈനസ് 69. അപ്പൊ മൈനസ് 2 into 3 into 13. 69 എന്ന് പറഞ്ഞാൽ 3 into 13 ആണല്ലോ. സോ 3 into 13. അത് എന്തിനാ അങ്ങനെ എഴുതി വെച്ചാൽ ഇവിടെ 6 കോമൺ ആണ്. സോ ഇവിടെ 2 into 3 6 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ 69നെ 3 into 13 എന്ന് പറഞ്ഞ് എഴുതിയത്. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. 3 plus 3 6 ആണ്. ഞാൻ 9 എന്നാണ് എഴുതിയത്. 3 plus 3 6. അപ്പൊ ഇവിടെ 6 ഇവിടെയും 6 കോമൺ ആണ്. സോ 6നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇത് ഇവിടെ തന്നെ എഴുതാം അല്ലെ. അപ്പൊ ഈ 6 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 6/4 into 1 plus s square minus 9 plus s square minus 4 s square minus 13 s square minus 13. അപ്പോൾ 6ഉം 4ഉം കൂടി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 3/2 വരും. സോ 3/2 into 1/s square minus 9 plus s square minus 13 divided by s raised to 4 minus 10s square plus 169. ഇതാണ് നമ്മളുടെ തന്നിട്ടുള്ള ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ലാപ്ലാസ് ട്രാൻസ്ഫോംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്താ അറിയണം അതിന്? ബേസിക് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അതേമാതിരി തന്നെ ബേസിക് തിയറംസ് നമ്മൾ കുറച്ചുണ്ടായിരുന്നു. എങ്ങനെയാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടിയും കാര്യങ്ങളും. അതേമാതിരി തന്നെ നമ്മളുടെ എന്തായിരുന്നു ഡെറിവേറ്റീവ്, അതേമാതിരി ഇന്റഗ്രേഷന്റെ റിസൾട്ട്, അതേമാതിരി ഒരു 8 റിസൾട്ടുകളും നമ്മൾ ബേസിക് റിസൾട്ടുകളും നോക്കിയിട്ടുണ്ടായിരുന്നു. 1/t അല്ലെങ്കിൽ 1, അതേമാതിരി sin 80 cos 80 sin h 80 cos h 80 എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ t raised to n ന്റെയൊക്കെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ് വരിക എന്നുള്ളത്. അപ്പൊ ആ ബേസിക് റിസൾട്ടുകളും നമ്മളുടെ ബേസിക് തിയറംസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഫംഗ്ഷന്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ എഴുതുമ്പോൾ പറയുമ്പോൾ മാറ്റി എഴുതിയ മാതിരി നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. ആ ഒരു മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇന്ന് ഇത്ര മതി. നമുക്ക് അടുത്തത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.